ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂട്ടൻസ്. അങ്ങനെ എന്റെ 5ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുമക്കൾക്കും ന്യൂട്ടൻസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും 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 സ്വാഗതം. ഓക്കെ, എടാ അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സ് ഒക്കെ എല്ലാവരും ഉഷാറായിട്ട് സെറ്റ് ആയിട്ട് പഠിച്ചോ? പഠിച്ചെങ്കിൽ കുറച്ച് ഫയർ ഒക്കെ ഇട്ടേ. നിങ്ങൾ എവിടെ വരെയായി പഠനം നോക്കണേ കേട്ടോ. ഉഷാറായിട്ട് ഫുള്ള് പഠിച്ചെങ്കിൽ ഒരു 3 ഫയർ ഇടാ, കുറച്ച് പഠിച്ചുള്ളൂങ്കിൽ 2 ഫയർ ഇടാ, ഇനി കുറച്ചേ പഠിച്ചുള്ളെങ്കിൽ 1 ഫയർ ഇടാ കേട്ടോ. വേഗം 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 ഒന്നിട്ട് എല്ലാവരും ഫയർ ഇമോജീസ് ഒക്കെ. ഓക്കെ, യെസ്. അപ്പൊ നമ്മളെന്ത് പുതിയൊരു ചാപ്റ്റർ ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ഏകദേശം ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഈ പിക്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും ഏതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ എന്നുള്ളത് അല്ലെ. നോക്കാം, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇതാണ്. ചാപ്റ്റർ 9 ടുവേർഡ്സ് ഈക്വാലിറ്റി അഥവാ തുല്യതയിലേക്ക് എന്നുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഏതാണ്? ചാപ്റ്റർ 9 ടുവേർഡ്സ് ഇക്വാലിറ്റി അഥവാ തുല്യതയിലേക്ക്. റെഡി ആണോ പഠിക്കാൻ? അപ്പൊ വേഗം പോയി നമ്മുടെ ടെക്സ്റ്റ് ബുക്കും നോട്ട്ബുക്ക് ഒക്കെ എടുത്തിട്ട് വന്നോ. ഹെഡിങ് ഒക്കെ എഴുതാ ചാപ്റ്ററിന്റെ. മിസ് ഇമ്പോർട്ടന്റ് പറയുന്ന കാര്യങ്ങളെല്ലാം അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ഉഷാറല്ലേ എല്ലാവരും? ഓക്കെ അല്ലേ? യെസ്. നോക്കാ, എടേ ഇവിടെ നിങ്ങൾക്ക് ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗ്രാൻഡ് പാരന്റും അതേപോലെ തന്നെ കുട്ടിയും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ആ കോൺവെർസേഷൻ ഒന്ന് വായിച്ചാലോ? എന്താണ് ചോദിക്കുന്നതെന്ന്. Grandpa, why does everyone have different colored cards with them? കേട്ടോ, നമ്മുടെ ഈ കുട്ടി ഗ്രാൻഡ്പയോട് ചോദിക്കുകയാണ്, എന്താണ് ഗ്രാൻഡ്പ ഈ കടയില് എല്ലാവർക്കും പല 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 ഡിഫറെന്റ് ആയിട്ടുള്ള കളേഴ്സിലുള്ള കാർഡ്സ് കൊടുത്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും ഈ കട? പൊതുവിതരണ കേന്ദ്രം. ഹെഡിങ് കണ്ടോ? പൊതുവിതരണ കേന്ദ്രം. റേഷൻ ഷോപ്പ് ആണ് കേട്ടോ ഇത്. ഏതാണ്? റേഷൻ ഷോപ്പ് ആണ്. അപ്പൊ ഗ്രാൻഡ്പ എന്താണ് പറയുന്ന റിപ്ലൈ? Different colored cards are issued based on the difference in the income of each family. മോനെ, എല്ലാ വീട്ടിലും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കോ ഇൻകം, വരുമാനം? അല്ലെ, നമ്മൾ അന്ന് ക്ലാസ്സിൽ ചോദിച്ചപ്പോ കുറെ മിടുക്കന്മാരും മിടുക്കികളൊക്കെ നല്ല ഉഷാറായിട്ട് ആൻസർ പറഞ്ഞു അല്ലെ. എങ്ങനെയാണ്? ഒരുപാട് ഇൻകം ഉള്ള 2, 3, 4 സോഴ്സ് ഓഫ് ഇൻകം ഉള്ളവരുണ്ട്. അച്ഛനും അമ്മയ്ക്കും ചേട്ടനും അച്ഛനും അമ്മൂമ്മയ്ക്കും ഒക്കെ ജോലി ഉള്ളവരുണ്ട്. പിന്നെ അച്ഛന് മാത്രം ജോലി ഉള്ളവരുണ്ട്, അമ്മയ്ക്ക് മാത്രം ജോലി ഉള്ളവരുണ്ട്. അങ്ങനെ 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 ഓരോ ഫാമിലിയുടെയും വരുമാനം അഥവാ ഇൻകം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. ഈ ഇൻകത്തെ അനുസരിച്ചാണ് ഇവർ എന്ത് ചെയ്യുന്നത്? പല നിറത്തിലുള്ള കാർഡ്സ് കൊടുക്കുന്നതെന്നാണ് ഗ്രാൻഡ്പ പറഞ്ഞത്. Why is the income of each family is different? അപ്പൊ കുട്ടി എന്താ ചോദിക്കുന്നത്? ഗ്രാൻഡ്പ, എന്താണ് എല്ലാ ഫാമിലിയുടെയും ഇൻകം ഡിഫറെന്റ് ആവുന്നത്? എല്ലാവർക്കും ഒരുപോലെ ഇൻകം ആയിക്കൂടെ? അപ്പൊ ഗ്രാൻഡ്പ എന്താ റിപ്ലൈ ചെയ്യുന്നത്? There are many reasons for that. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നീനോട് ഒരു കാരണമല്ല, ഒരുപാട് കാരണങ്ങൾ അതിനുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ ഡിഫറെന്റ് കളേഴ്സിലുള്ള റേഷൻ കാർഡ്സ് കണ്ടിട്ടുണ്ടോ? നോക്കിക്കേ, ഏതൊക്കെയാണ്? വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്, പിങ്ക് ഉണ്ട്. പല ഡിഫറെന്റ് കളേഴ്സിലുള്ള റേഷൻ കാർഡ്സ് ആണ് ഈ കാണുന്നത്. ഇതിൽ ഏതാണ് നിങ്ങളുടെ എന്നുള്ളത് വേഗം താഴെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഏത് കളർ കാർഡ് ആണെന്നുള്ളത് നമ്മളൊന്ന് പോളൊക്കെ കണ്ടക്ട് ചെയ്തായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യെസ്, ഈ പറഞ്ഞ ഗ്രാൻഡ്പോ ഇപ്പോ നമ്മുടെ കുട്ടിയോട് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ഈ ഓരോ കാർഡ്സും പല 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 കളേഴ്സ് ആണ്. വൈ? ബിക്കോസ് ഓഫ് ദെയർ ഇൻകം അല്ലെ, അവരുടെ വരുമാനത്തെ കാണിക്കാനാണ് ഓരോ കാർഡും ഓരോ കളറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇവർ രണ്ടുപേരെയൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. എല്ലായിടത്തും നിന്നും നമ്മുടെ പീലിയുടെ ഗ്രാമത്തിലെ 2 കൂട്ടുകാരായിരുന്നു. പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയതും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, യെസ്. നോക്കാം, what could be the reasons for the differences in the income between families എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ, ഇവിടെ നമ്മുടെ ആദ്യത്തെ കുട്ടിനെ എല്ലാവരും ഓർക്കുന്നുണ്ടോ? ആദ്യത്തെ കുട്ടി ആരായിരുന്നു? നോക്കാം, ഇവിടെ എന്താ പറയുന്നേ? എല്ലായിടത്തും പോകാനാകുമോ എന്ന ആശങ്കയോട് കൂടിയാണ് ഞാൻ കൂട്ടുകാർക്കൊപ്പം പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. അപ്പൊ വന്നില്ലേ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയ ഈ കൂട്ടുകാരുടെ പേര് വേഗം താഴെ കമന്റ് ചെയ്ത് എല്ലാവരും. യെസ്, പീലിയും അമ്മയും അച്ഛനും അവരുടെ ഗ്രാമവും നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഗ്രാമത്തിലെ കാഴ്ചകളെല്ലാം എന്ത് രസമായിരുന്നോ. പീലിയുടെ അച്ഛൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന സാധനങ്ങളാണ് അവരുടെ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. നാട്ടിലെത്തുമ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് ഉണ്ടായിരുന്നു അതിന് കേട്ടോ. പീക്കുട്ടി വെക്കേഷൻ അവളുടെ നാട്ടിൽ പോകുമ്പോ എങ്ങനെയാണോ ഭക്ഷണം കഴിക്കുന്നത്, ഏത് ഭക്ഷണമാണോ കഴിക്കുന്നത്, അതിന്റെ അതേ രുചിയിലായിരുന്നു അന്ന് പീലിയുടെ വീട്ടില് പീലിയുടെ അച്ഛന്റെ കൃഷിയിടങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിച്ചപ്പോഴും. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നേ? പാട്ടത്തിന് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ കൃഷിഭൂമിയിൽ
ഇനി മുതൽ സ്വന്തമായി കൃഷി ചെയ്യണമെന്ന് വീട്ടിൽ പറയണം. ഓക്കെ, ഈ സർക്കാർ ക്വാർട്ടേഴ്സിൽ നിന്നും നാട്ടിലേക്ക് താമസം മാറിയാൽ ഗ്രാമത്തിലെ സന്തോഷം കൂടി എനിക്ക് ആസ്വദിക്കാമായിരുന്നു. അച്ഛനും അമ്മയ്ക്കും അവിടെ നിന്നും ഓഫീസിലേക്ക് പോകാമല്ലോ. ആര് പറയാണ്? ഈ കൂട്ടുകാർ പറയാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഇവരെവിടെയാണ് താമസിക്കുന്നത്, എന്താണ് അച്ഛനും അമ്മയും ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ആള് ഓർക്കുന്നില്ലേ? ആരാണ് ഇവൻ? ആരാണ് ഈ കൂട്ടുകാരന്റെ പേര്? വേഗം ഒന്ന് കമന്റ് ചെയ്തേ. നോക്കാം. നഗരത്തിലെ സൗകര്യങ്ങൾ ഒന്നുമില്ലാതെ എങ്ങനെ ഒരു ദിവസം കഴിച്ചുകൂട്ടുമെന്ന ചിന്തയോടുകൂടിയാണ് ഞാൻ പീലിയുടെ ഗ്രാമത്തിലേക്ക് പോയത്. പക്ഷേ റേഞ്ചും വൈഫൈയും ഒന്നുമില്ലാതെ പീലിയുടെ ഗ്രാമത്തിലെ ഉല്ലാസങ്ങൾ ഞാനും ഏറെ ആസ്വദിച്ചു എന്നാണ് പറയുന്നത് അല്ലെ. അവിടെ നിന്ന് മടങ്ങുമ്പോൾ നഗര ജീവിതം മാത്രം രസകരമാണെന്ന് ധാരണയും ഞാൻ അങ്ങ് മാറ്റി. കാരണം അവിടുത്തെ ഭക്ഷണത്തിന്റെ സ്വാദും ഇവിടുത്തെ പാക്കറ്റ് ഭക്ഷണത്തിന്റെ സ്വാദും വ്യത്യസ്തമാണ്. അതേപോലെ എന്താ പറയുന്നേ, നഗരത്തിലെ അപ്പാർട്ട്മെന്റിലെ ബിസിനസ്സുകാരായ അച്ഛനമ്മമാർക്കൊപ്പം തിരക്കിട്ട ജീവിതമാണ് ഞങ്ങളുടേത്. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മുത്തച്ഛൻ കൂടി ഇവിടേക്ക് വന്നപ്പോൾ എനിക്ക് ആശ്വാസമായി. അപ്പൊ ഇവിടെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും എന്താണ് ചെയ്യുന്നതെന്നും അച്ഛൻ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായല്ലേ? യെസ്. അപ്പൊ ഇപ്പൊ നമ്മൾ 2 ഫാമിലീസിനെയാണ് പരിചയപ്പെട്ടത്. എന്താണ് അവരുടെ തൊഴിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ നോക്കാം. കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾക്ക് കാരണം എന്തെല്ലാമാണ്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദ സോഴ്സ് ഓഫ് ഇൻകം ഓഫ് ബോത്ത് ഫാമിലീസ്. 2 കുടുംബത്തിന്റെയും വരുമാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നീനുന്റെ കുടുംബത്തിന്റെ വരുമാന മാർഗം എന്താണ്? ലീസ് പാട്ടമുണ്ട്. അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കാം. കാരണം അവരെവിടെ വർക്ക് ചെയ്യുന്നേ? അവര് ഗവൺമെന്റ് ഓഫീസിലല്ലേ വർക്ക് ചെയ്യുന്നേ. അപ്പൊ അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരിക്കാം. അതിന്റെ സാലറി വരുന്നുണ്ട്. പിന്നെ വിക്കി ആണെങ്കിലോ അച്ഛൻ ബിസിനസ് ആണ്. ദെൻ ഗ്രാൻഡ് പ ഉണ്ട് അല്ലെ. ഗ്രാൻഡ് പ റിട്ടയേർഡ് ഗവൺമെന്റ് എംപ്ലോയി ആണ്. അപ്പൊ അതിന്റെ പെൻഷൻ കാര്യങ്ങളൊക്കെ വന്നേക്കാം. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഇവിടെ പറഞ്ഞ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഓക്കെ, ഇനി നോക്കിക്കേടാ. റീസൺസ് ഫോർ ദ ഡിഫറൻസ് ഇൻ ഫാമിലി ഇൻകം. എന്തായിരിക്കാം കുടുംബങ്ങൾ തമ്മിലുള്ള വരുമാന വ്യത്യാസമാകാൻ അല്ലെങ്കിൽ വ്യത്യാസങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? ഒന്ന്, മെയിൻ കാരണം എന്താണ്? ഇൻകം ഫ്രം ഡിഫറെന്റ് എംപ്ലോയ്മെന്റ് അല്ലെ. തൊഴിലിൽ നിന്നുള്ള വ്യത്യാസം, വരുമാനത്തിൽ വരുന്ന തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിന്റെ വ്യത്യാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെന്തോ, അവരുടെ വരുമാന സ്രോതസ്സുകൾ, സോഴ്സസ് ഓഫ് ഇൻകം, അവരുടെ വരുമാന സ്രോതസ്സുകൾ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, റീസൺ ആണ്. ഓക്കെ, ഇവിടെ നോക്കിയേ, കുറച്ചധികം പിക്ചേഴ്സ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഡിഫറൻസസ് ഇൻ ഇൻകം ഫ്രം എംപ്ലോയ്മെന്റ് നോക്കാട്ടോ. നമ്മളിവിടെ ഓരോ പലതരത്തിലുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളെ കാണിച്ചിരിക്കുന്നത്. ഓപ്പൺ മാർക്കറ്റ് കാണുന്നുണ്ട്, നമ്മളെ പീലിയുടെ ഗ്രാമത്തിൽ കണ്ട പോലെ. പിന്നെ ലോഡിംഗ് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് ടീച്ചർ ക്ലാസ് എടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ലേഡി വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. തലച്ചുവടുകളായിട്ടൊക്കെ കൊണ്ടുപോകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കിയടാ, ഫ്രം ദ എബോവ് പിക്ചർ പോയിന്റ് ഔട്ട് ദ ഡിഫറെന്റ് എംപ്ലോയ്മെന്റ്സ് ദാറ്റ് ദ പീപ്പിൾ ആർ എൻഗേജ്ഡ് ഇൻ. മുകളിൽ നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ വിവിധ വ്യക്തികൾ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലുകൾ എന്തെല്ലാം എന്നൊന്ന് വേഗം എല്ലാവരും ഒന്ന് പറഞ്ഞേ. എന്തൊക്കെയായിരുന്നു? ഒന്ന് ടീച്ചിങ് ആണ് അല്ലെ. ടീച്ചിങ് വരുന്നുണ്ട്, ടീച്ചർ ക്ലാസ് എടുക്കാണ്, അപ്പൊ ടീച്ചിങ് അധ്യാപനം വരുന്നുണ്ട്. പിന്നെ ലോഡിംഗ് വരുന്നുണ്ട്. പിന്നെ മാർക്കറ്റിലെ കാണുന്നത് സെല്ലിംഗ് ഗുഡ്സ് അല്ലെ. ഗുഡ്സ്, സാധനങ്ങൾ വിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സെല്ലിംഗ് ഓഫ് ഗുഡ്സ്, ഇതെല്ലാം ഇവിടെ കാണുന്ന ചിത്രങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം നിങ്ങളോടാണ്, ഇതെന്താണെന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യണം. ഈ 4ാമത്തെ ചിത്രം, ഞാൻ ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടേക്കുന്ന ചിത്രം ഏതാണെന്ന് വേഗം എല്ലാവരും ഒന്ന് താഴെ കമന്റ് ചെയ്തേ. യെസ്. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത് നോക്കാടാ, ഡിഫറൻസ് ഇൻ സോഴ്സസ് ഓഫ് ഇൻകം. ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാത്തവർ കണ്ടുപിടിച്ചിട്ട് പറയണം കേട്ടോ. ഓക്കെ, വേഗം ആയിക്കോട്ടെ, ഒരു ഹോംവർക്ക് ആണ് നിങ്ങളൊന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം എന്തൊക്കെയാണ്? ഇൻകം വേരീസ് ഡ്യൂ ടു ഡിഫറെന്റ് സോഴ്സസ് അല്ലെ. നമുക്ക് നമ്മുടെ വരുമാനം വിവിധ വരുമാന സ്രോതസ്സുകൾ മൂലം വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാവാം. ഒന്ന്, ബാങ്ക് ഡിപ്പോസിറ്റ്സ്, ബാങ്ക് നിക്ഷേപങ്ങൾ ഒരു കാരണമാണ്. ദെൻ ഓഹരി, സ്റ്റോക്ക് അല്ലെ. സ്റ്റോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായി എന്ന് വരില്ല. ചിലപ്പോൾ വീട്ടിൽ അച്ഛനോ അമ്മയോ സ്റ്റോക്കോ ട്രേഡിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടാവാം. അപ്പൊ അതൊരു വരുമാന മാർഗമാണ്. അസറ്റ്സ്, നമ്മുടെ ആസ്തികൾ മറ്റൊരു വരുമാന മാർഗമാണ്. ഇതെല്ലാം ഡിഫറെന്റ് സോഴ്സസ് ആണ്. ഓക്കെ ആണോ? യെസ്. ദെൻ നോക്കാം, ഹൈ ഇൻകം ഫാമിലീസ് ക്യാൻ മീറ്റ് മോർ നീഡ്സ് അല്ലെ. നല്ല ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് കൂടുതൽ ആവശ്യങ്ങൾ, അവർക്ക് വളരെ അവരുടെ എല്ലാ ആവശ്യങ്ങളും സന്തോഷങ്ങളും എല്ലാം നിറവേറ്റാനായിട്ട് സാധിക്കും. എന്നാൽ
ലോ ഇൻകം ഫാമിലീസ് മേ സ്ട്രഗിൾ ടു മീറ്റ് ദെയർ ബേസിക് നീഡ്സ്. എന്നാലോ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് അവരുടെ ബേസിക് നീഡ്സ് ആയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ രണ്ട് കാറ്റഗറി പറഞ്ഞു. ഒന്ന് ഹൈ ഇൻകം ഫാമിലീസ് അഥവാ ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളും, ലോ ഇൻകം ഫാമിലീസ് അഥവാ താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളും. കിട്ടിയല്ലോ? യെസ്. ദെൻ നോക്കിക്കേടാ, ഫാമിലീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3 ഗ്രൂപ്പ്സ്. ഫാമിലീസിനെ നമ്മളിവിടെ മൂന്നായിട്ടാണ് തിരിക്കാൻ പോകുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ബേസ്ഡ് ഓൺ ദെയർ ഇൻകം അഥവാ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തിരിക്കാൻ പോവാണ്. നമ്പർ 1 നോക്കാം. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം, ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ. ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് ഹൈ ഇൻകം. ആൻഡ് നമ്പർ 2 ഫാമിലീസ് വിത്ത് ആൻ എമൗണ്ട് ഓഫ് മോഡറേറ്റ് ഇൻകം, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ. ഫാമിലീസ് വിത്ത് ഹൈ ഇൻകം, ഉയർന്ന വരുമാനം, മോഡറേറ്റ് വരുമാനം. അപ്പൊ ഈ ഹൈ അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. ഉയർന്ന വരുമാനം, മോഡറേറ്റ് അഥവാ ഇടത്തരം വരുമാനം. 2. ഇനി മൂന്നാമത്തെ എന്താണ്? ഫാമിലീസ് വിത്ത് ലോ ഇൻകം അഥവാ താഴ്ന്ന വരുമാനം. ഇത് മൂന്നും എവിടെ വരുന്നതാണ്? ഫാമിലീസിന്റെ 3 ക്ലാസിഫിക്കേഷൻ ആണ്. കിട്ടിയോ? സെറ്റ് ആണോ? യെസ്. ഇനി നോക്കാം. ഡിസ്കസ് ദി എക്സ്റ്റെന്റ് ഓഫ് ഇൻഫ്ലുവൻസ് ഓഫ് എ ഫാമിലി ഇൻ മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് യുവർ ഫാമിലി. നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ കുടുംബ വരുമാനം എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നു എന്നാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം നോക്കിയിടാം. നമുക്ക് നല്ല വരുമാനമുള്ള ഫാമിലി ആണെങ്കിൽ, നല്ല ഹൈ ഇൻകം, നല്ല ഒരുപാട് ധാരാളം പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ഫാമിലി ആണെങ്കിൽ, ഉയർന്ന വരുമാനമുള്ള ഫാമിലി ആണെങ്കിൽ ക്യാൻ മീറ്റ് ഓൾ നീഡ്സ്, എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ കഴിയും. അതേപോലെ തന്നെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെ, നല്ല ഉയർന്ന മികച്ച ജീവിതശൈലി, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇഷ്ടമുള്ള യാത്രകൾ, എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു അവിടെ എല്ലാം പോവാം, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതേപോലെ തന്നെ നല്ല എഡ്യൂക്കേഷൻ അല്ലെ, നല്ല വിദ്യാഭ്യാസം, കുട്ടികൾക്കെല്ലാം നല്ല വിദ്യാഭ്യാസം കൊടുക്കാനും, ഹെൽത്ത് കെയർ, ആരോഗ്യ പരിചരണം എല്ലാം നല്ല രീതിയിലുള്ള, രോഗം വരുന്നതല്ലാതെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള മന്ത്ലി ചെക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് പ്രോപ്പറായ ഒരു രീതിയിൽ പോകാനായിട്ട് സാധിക്കും. എന്നാൽ നേരെ തിരിച്ചൊന്ന് ആലോചിക്കുകയാണ്. ലോ ഇൻകം ഫാമിലി ആണെങ്കിലോ, വേണ്ട വരുമാനം കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു താഴ്ന്ന വരുമാനമുള്ള കുടുംബമാണെങ്കിലോ, ദേ ആർ സ്ട്രഗ്ലിംഗ് വിത്ത് ദ ബേസിക്സ് ആൻഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ. അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ പോലും അവരെന്ത് ചെയ്യായിരിക്കും? ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ തന്നെ അവരുടെ അവസരങ്ങൾ എങ്ങനെയാണ്? വളരെ പരിമിതമായ അവസരങ്ങളാണ് അവർക്ക്. ഓക്കെ ആണോ പറഞ്ഞത്? ഇത്രയാണ് നമുക്ക് അവിടെ വരുന്നത് കേട്ടോ. ഇനി നമ്മൾ കുറച്ച് പഴയ ചരിത്രങ്ങളൊക്കെ പറയാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോ? ഒന്നാമത്തത് ഇന്നർ ഡൈനിങ് അഥവാ മിശ്ര ഭോജനത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഫ്രം ദ 19th century, movements in Kerala fought against the discrimination in food consumption. ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിൽ നടന്നിരുന്നു. കണ്ടോ? അപ്പൊ എന്താ പറയുന്നത്? ഫ്രം 19th century, 19ാം നൂറ്റാണ്ടിൽ എന്താ പറയുന്നത്? ദ മൂവ്മെന്റ് ഇൻ കേരള ഫൗട്ട് അഗെയിൻസ്റ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഇൻ ഫുഡ് കൺസപ്ഷൻ അല്ലെ. പറയുന്ന നോക്കാം, ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം. അങ്ങനെ ധാരാളം ഒരുപാട് വിവേചനം കേരളത്തിൽ നിലനിന്നിരുന്നു. ഓക്കെ, അപ്പൊ നമ്മളിതാ ഒരാളെ പരിചയപ്പെടാൻ പോവാണ്. അയ്യ വൈകുണ്ഠ സ്വാമികളെ കുറിച്ചാണോ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നോക്കിക്കോളൂ, സമപന്തി ഭോജനം. എടാ ഇതൊന്ന് നോട്ട് ചെയ്യണം. സമപന്തി ഭോജനം അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സമപന്തി ഭോജനം ലെഡ് ബൈ അയ്യ വൈകുണ്ഠ സ്വാമികൾ. സ്വാമീസ് സമത്വ സമാജം വാസ് എ കീ ഇവന്റ് പ്രൊമോട്ടിംഗ് ഈക്വാലിറ്റി. നോക്കാം. അപ്പൊ അയ്യ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച സമത്വ സമാജം, ഈ ചിത്രത്തിൽ കാണുന്ന ഈ അയ്യ വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുന്ന ഇദ്ദേഹം സ്ഥാപിച്ച ഒരു സംഘടനയായിരുന്നു സമത്വ സമാജം എന്ന് പറയുന്നത്. എന്തിനായിരുന്നു? നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം. സമപന്തി ഭോജനം നമ്മൾ പറഞ്ഞില്ലേ, എല്ലാവർക്കും പല ജാതിയിൽപ്പെട്ടവർക്കൊന്നും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള റൈറ്റ് ഒന്നും ഇന്നത്തെ പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതേപോലെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സമപന്തി ഭോജനം മുതൽ നിരവധി സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. മെനി സിമിലർ സ്ട്രഗിൾസ് ഫോളോ ടു എൻഷുർ ദ സോഷ്യൽ ഇനീക്വാലിറ്റി ഇൻ ഡൈനിങ്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ, അല്ലെങ്കിൽ പല ജാതിയിലുള്ളവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നർ ഡൈനിങ് അഥവാ മിശ്ര ഭോജനം. പഠിക്കോളൂ കേട്ടോ. മിശ്ര ഭോജനം ആരായിരുന്നു? കെ അയ്യപ്പൻ അഥവാ സഹോദരൻ അയ്യപ്പനാണ് ഈ പറഞ്ഞ മിശ്ര ഭോജനം നടത്തിയത്. എ നോട്ടബിൾ
pre-test was മിശ്രഭോജനം ഓർഗനൈസ്ഡ് ബൈ കെ അയ്യപ്പൻ അഥവാ സഹോദരൻ അയ്യപ്പൻ ഓൺ 29th May 1917 ഇൻ ചെറായി, എറണാകുളം ഡിസ്ട്രിക്ട്. ഞാൻ എറണാകുളം ഉണ്ടോ എന്റെ വീട്. അപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റില് ചെറായിയില് 1917 May 29 സഹോദരൻ അയ്യപ്പൻ എന്ന ഈ ചിത്രത്തിൽ കാണുന്ന ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സംഘടിപ്പിച്ച ഒന്നായിരുന്നു മിശ്രഭോജനം. ഓക്കെ, അപ്പോ കെ അയ്യപ്പൻ, ദ എഡിറ്റർ ഓഫ് ദ ന്യൂസ് പേപ്പർ സഹോദരൻ, ഫേസസ് സെവറൽ ടോർച്ചർ ആൻഡ് ത്രെഡ്സ് കേട്ടോ. അപ്പൊ ഈ രീതിയിൽ ഭക്ഷണം എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടി ഇദ്ദേഹം ഈ സംഘടിപ്പിച്ച മിശ്രഭോജനം എന്ന ഈ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയ്ക്കിന്റെ പേരിൽ അതിനുശേഷം അദ്ദേഹം ഒരുപാട് ടോർച്ചർ അനുഭവപ്പെട്ടു. അദ്ദേഹത്തിന് ഒരുപാട് രീതിയിൽ മാനസികമായിട്ടും ശാരീരികമായ രീതിയിലൊക്കെ ഒരുപാട് മർദ്ദനവും ഭീഷണിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പിന്നീട് നേരിടേണ്ടതായിട്ട് വന്നു. കൊടിയ മർദ്ദനവും ഭീഷണിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ. This event became a milestone in fight against the social discrimination. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായ സംഭവമായിരുന്നു ഈ പറഞ്ഞത് കേട്ടോ. നമ്മൾ ഫൈറ്റ് അഗെയിൻസ്റ്റ് ദ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന മതത്തിന്റെയും ജാതിയുടെയും എല്ലാം പേരിൽ നിലനിന്നിരുന്ന സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ, വിവേചനത്തിനെതിരെ നടന്ന ഒരു വലിയ നിർണായകമായ സംഭവമായിരുന്നു ഈ പറഞ്ഞ മിശ്രഭോജനം. ഓക്കെ, അത് നോക്കടാ, അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ് അഥവാ മേൽമുണ്ട് സമരം. ഓക്കെ, ദിസ് ഈസ് ലെഡ് ബൈ ദ വിമൺ ഓഫ് സൗത്ത് ട്രാവൻകൂർ ഇൻ ദി 19th century ഫോർ റൈറ്റ് ടു വെയർ ദി അപ്പർ ക്ലോത്ത്സ്. കണ്ടോ, ഇപ്പൊ എന്താ പറയുന്നേ, 19ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിലെ ട്രാവൻകൂറിലെ സ്ത്രീകൾ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അപ്പർ ക്ലോത്ത്, റൈറ്റ് ടു വെയർ ദി അപ്പർ ക്ലോത്ത്, വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി, തന്റെ വസ്ത്രം, അതായത് കാലിന് മുകളിലേക്കുള്ള വസ്ത്രം ധരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി ഒരു കൂട്ടം സ്ത്രീകൾ തിരുവിതാംകൂറിൽ നടത്തിയ ഒരു സമരമായിരുന്നു മേൽമുണ്ട് സമരം. നോക്കാം, ആദ്യം മുതൽ നടത്തി വന്ന സമരമാണ് മേൽമുണ്ട് സമരം. ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? resulted in Travancore granting the right to wear any dress regardless of the caste and religion. അല്ലെ, ജാതിയോ മതമോ കാര്യങ്ങളോ ഒന്നും നോക്കാതെ എന്ത് ചെയ്യാം, എല്ലാ സ്ത്രീകൾക്കും റൈറ്റ് ടു വെയർ എനി ഡ്രസ്. ഏതൊരു സമരം നോക്കാം, ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടവസ്ത്രം ധരിക്കാനുള്ള അധികാരമാണ് ഇവിടെ ഉണ്ടായത്. തിരുവിതാംകൂർ സർക്കാർ അത് വിളംബരം പ്രസിദ്ധപ്പെടുത്തി എന്നുള്ളതാണ് കേട്ടോ. ഇനി, ഡിസ്പൈറ്റ് ദ ലോ മെനി വിമൻസ് വർ സ്റ്റിൽ റെസ്ട്രിക്റ്റഡ് ബൈ ദ കാസ്റ്റ് ബേസ്ഡ് സിസ്റ്റംസ്. അല്ലെ, അപ്പൊ എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ അന്നൊരു അവകാശം കൊടുത്തു എങ്കിലും ഇന്നും നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടും ഇഷ്ടവസ്ത്രം ധരിക്കാനായിട്ട് സ്ത്രീകൾക്ക് വേണ്ട രീതിയിലുള്ള റൈറ്റ്സ് അല്ലെങ്കിൽ ഫ്രീഡം ഒന്നും തന്നെ കിട്ടിയിരുന്നില്ല. ഇനി നോക്കാടാ, അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ കേട്ടോ. അപ്പോൾ അയ്യങ്കാളി എന്ന് പറയുന്ന നമ്മുടെ സോഷ്യൽ റിഫോമറെയൊക്കെ നമുക്ക് വളരെ പരിചിതമായ ഒരാളാണ്, അദ്ദേഹമാണ് അല്ലെ അയ്യങ്കാളി അദ്ദേഹം. അപ്പൊ അദ്ദേഹം ദളിത് പെൺകുട്ടിയായിട്ടുള്ള പഞ്ചമി, ദളിത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴ്ന്ന ജാതിയാണെന്നാണ് പറയപ്പെടുന്നത് അല്ലെ. അപ്പൊ താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിയിൽ പെട്ടിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിനായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, സ്കൂളിൽ കൊണ്ടുചെല്ലാണ്. ഏത് സ്കൂളിലാണ്? ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശനത്തിനായി പോരാടാണ്. കുട്ടിയെ അവിടെ പഠിപ്പിക്കണം, കുട്ടിയെ അവിടെ ഇരുത്തണം, ക്ലാസ്സുകൾ ഏൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിനു വേണ്ടി പോരാടാണ്. അപ്പോ സ്കൂൾ വാസ് ബോൺ ബൈ ദ അപ്പർ കാസ്റ്റ് പീപ്പിൾ, ഡിബേറ്റ്സ് ഈസ് ഇൻ ദ മ്യൂസിയം. അപ്പൊ എന്താ പറയുന്നേ, ഇങ്ങനെ ഈ ഒരു കുട്ടിയെ അവിടെ കയറ്റി പഠിപ്പിക്കാനിരുത്തിയതിനെ തുടർന്ന് ഉയർന്ന ജാതിക്കാരായിട്ടുള്ള എന്ന് പറയപ്പെട്ടിരുന്ന ഉന്നത ജാതിക്കാരായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ആ സ്കൂൾ കത്തിക്കാണ്. ഇന്നും അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് മ്യൂസിയത്തിൽ ചെന്നാൽ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നൗ ദ സ്കൂൾ ഈസ് നെയിംഡ് ആസ്, ഇന്ന് നമ്മുടെ സമൂഹം ഒരുപാട് മാറി. ഇന്ന് ആ സ്കൂൾ അറിയപ്പെടുന്നത് അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ തിരുവനന്തപുരം എന്നാണ്. ഇപ്പോൾ അത് തിരുവനന്തപുരം അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് അറിയപ്പെടുന്നു. എന്തായിരുന്നു? അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് ഇന്നത് അറിയപ്പെടുന്നു. Okay, what kind of inequalities are mentioned here? ഏതൊക്കെ തരത്തിലുള്ള അസമത്വമാണ് ഇവിടെ പ്രതിപാദിപ്പിച്ചിട്ടുള്ളത്? ഒന്ന്, കാസ്റ്റ് ബേസ്ഡ് ഇനീക്വാലിറ്റി അല്ലെ, ഏറ്റവും നമ്മൾ പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കാണിക്കുന്ന അസമത്വം. രണ്ട്, ജെൻഡർ ബേസ്ഡ് ലിംഗ അടിസ്ഥാനത്തിലുള്ള അസമത്വം. മൂന്ന്, എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി വിദ്യാഭ്യാസത്തിന്റെ പേരിലുള്ള അസമത്വം അല്ലെ. താഴ്ന്ന ജാതിയിലെ ഒരു കുട്ടിയാണ് എന്ന് പറഞ്ഞതിനെ മാറ്റി നിർത്തപ്പെട്ടു അല്ലെ. അപ്പൊ അവിടെ ആ കുട്ടിക്ക് വിദ്യാഭ്യാസമാണ് നിഷേധിക്കപ്പെട്ടത് അല്ലെ. അപ്പൊ ഇതേ രീതിയിൽ നമ്മൾ പലതരത്തിലുള്ള
ഇനീക്വാലിറ്റീസ് ആണ് അവിടെ കണ്ടത്. നോക്കടാ, the causes of social inequality and the factors that influence them. സാമൂഹിക അസമത്വത്തിന് ഇടയാക്കുന്ന കാരണങ്ങളും അവയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്ന് നോക്കാം, ഇക്കണോമിക് ഇനീക്വാലിറ്റി അല്ലെ, സാമ്പത്തികമായ അസമത്വം എന്തൊക്കെയാണ് വരുന്നത്? എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ സാമ്പത്തികമായിട്ടുള്ള പണത്തിന്റെ പേരിൽ, വരുമാനത്തിന്റെ പേരിൽ അസമത്വം വരുന്നത്? ഒന്ന്, അവരുടെ ഇൻകത്തിലുള്ള വ്യത്യാസം തന്നെയാണ് അല്ലെ, പലരും പല വരുമാനക്കാരായതുകൊണ്ടാണ് ഒന്ന്. രണ്ട്, അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലായ്മ. എല്ലാവർക്കും തൊഴിലുണ്ടെങ്കിൽ, എല്ലാവർക്കും വരുമാനം ഉണ്ടെങ്കിൽ എല്ലാവരും തുല്യരായില്ലേ? പക്ഷെ കുറെ പേർക്ക് തൊഴിലില്ല, അതൊരു പ്രശ്നമാണ്. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ലഭ്യത കുറവല്ലേ, എല്ലാവർക്കും ഒരുപോലെ വിഭവങ്ങൾ ലഭിക്കാത്തൊരു പ്രശ്നമാണ്. ദെൻ ഡിഫറൻസസ് ഇൻ വേജസ് ആൻഡ് സാലറി, കൂലി ശമ്പളത്തിലുണ്ടാവുന്ന വ്യത്യാസം. ഇതെല്ലാം ഇക്കണോമിക് ഇനീക്വാലിറ്റിയുടെ കാരണങ്ങളാണ്. ഇനി എഡ്യൂക്കേഷണൽ ഇനീക്വാലിറ്റി അഥവാ വിദ്യാഭ്യാസ അസമത്വം എന്താണ്? ലാക്ക് ഓഫ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ അല്ലെ, നല്ല ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം. ലിമിറ്റഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ്, പരിമിതമായ വിദ്യാഭ്യാസ അവകാശങ്ങൾ. ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഇനീക്വാലിറ്റി വിത്ത് സോഷ്യൽ സ്ട്രക്ചർ, സാമൂഹിക ഘടനയാണെങ്കിലോ ഡിസ്ക്രിമിനേഷൻ അല്ലെ, വിവേചനം. എന്ത് പേരിലുള്ളത്? കാസ്റ്റ്, റിലീജിയൻ, റേസ്, ജെൻഡർ, സ്റ്റാറ്റസ്, സ്പെഷ്യൽ നീഡ്സ്, ഇതെല്ലാം നോക്കാം. ജാതി, മതം, വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവയുടെ പേരിൽ ഉണ്ടാവുന്ന വിവേചനം. ദാൻ ഇനീക്വാലിറ്റി ഡ്യൂ ടു സോഷ്യൽ റിഫോംസ് അല്ലെ, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം. ഇതെല്ലാം എവിടെ വരുന്നതാണ്? ഇനീക്വാലിറ്റി വിത്തിൻ ദ സോഷ്യൽ സ്ട്രക്ചറിൽ വരുന്നതാണ്. ദെൻ ജിയോഗ്രഫിക്കൽ ഇനീക്വാലിറ്റീസ് അഥവാ ഭൂമിശാസ്ത്രപരമായ വ്യത്യാസം എന്താണ്? റൂറൽ അർബൻ എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിക്കാറില്ലേ, നീ ഗ്രാമത്തിലുള്ളവനല്ലേ, ഞാൻ നഗരത്തിലുള്ളവനാണ്. അപ്പൊ റൂറൽ ഗ്രാമ, അതായത് ഗ്രാമ നഗര വ്യത്യാസം. ലാക്ക് ഓഫ് അവൈലബിലിറ്റി ഓഫ് റിസോഴ്സസ്, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, ഇതും ഒരു കാരണമാണ് കേട്ടോ. ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് അഥവാ ചരിത്രപരമായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? കോളനിവൽക്കരണം, കൊളോണൈസേഷൻ. ഇത് നിങ്ങൾ പഠിക്കും കേട്ടോ. വലിയ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എന്താണ് കൊളോണൈസേഷൻ, എന്താണ് സ്ലേവറി അടിമത്വം, എന്താണ് റിപ്രഷൻ അഥവാ അടിച്ചമർത്തലുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും. ഓക്കെ ആണോ? യെസ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നമുക്ക് ക്വിക്കായിട്ട് നോക്കാം. വളരെ കുറച്ച് കാര്യങ്ങളെ നമ്മൾ ഇന്ന് പഠിച്ചുള്ളൂ. നേരെ നമ്മൾ തുടങ്ങിയത് റേഷൻ കാർഡിന്റെ കളർ എന്താണ് ഡിഫറെന്റ് എന്നായിരുന്നു അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ കുട്ടിയുടെ. അപ്പൊ അതിന്റെ കാരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. വരുമാനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം, അതേപോലെ തന്നെ വരുമാന സ്രോതസ്സുകൾ പലതായതുകൊണ്ടാണ്. ഒരു ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഇപ്പൊ ആൻസർ കിട്ടിയവർ വേഗം തന്നെ ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പറഞ്ഞു ഇങ്ങനെയാണ് ഹൈ ഇൻകം ഫാമിലീസിനെ കുറിച്ചും ലോ ഇൻകം ഫാമിലീസിനെ കുറിച്ചും പറഞ്ഞു അല്ലെ. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങളും താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളും ഫാമിലീസിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. വരുമാനത്തിന്റെ അഥവാ ഇൻകത്തിന്റെ അടിസ്ഥാനത്തില്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് സമപന്തി ഭോജനം, അതേപോലെ തന്നെ സമത്വ സമാജത്തെ കുറിച്ച് പറഞ്ഞു, മിശ്ര ഭോജനത്തെ കുറിച്ച് പറഞ്ഞു. ദെൻ മേൽമുണ്ട് സമരം അഥവാ അപ്പർ ക്ലോത്ത് പ്രൊട്ടസ്റ്റ് അല്ലെ. ദെൻ അയ്യങ്കാളി പഞ്ചമി മെമ്മോറിയൽ സ്കൂൾ അല്ലെ, സ്മാരക വിദ്യാലയത്തെ കുറിച്ച് പറഞ്ഞു. പലതരത്തിലുള്ള ഇനീക്വാലിറ്റീസ്, സോഷ്യൽ ഇനീക്വാലിറ്റീസ് ഏതൊക്കെയായിരുന്നു? ഇക്കണോമിക് ഇനീക്വാലിറ്റി, എഡ്യൂക്കേഷൻ ഇനീക്വാലിറ്റി, ഇനീക്വാലിറ്റി വിത്തിൻ ദ സോഷ്യൽ സ്ട്രക്ചർ, ദെൻ ജിയോഗ്രഫിക്കൽ ഇനീക്വാലിറ്റീസ്, ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് അല്ലെ. ഇത്രയും കാര്യങ്ങളെ നമ്മൾ പറഞ്ഞുള്ളൂ. ഇതിന്റെ ഓരോ കോഴ്സസും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഈ പറഞ്ഞ ഓരോ ഫാക്ടേഴ്സും പഠിക്കണം, കോഴ്സും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല ഉഷാറായിട്ട് മിടുക്കന്മാരായിട്ട് പഠിക്കുക. ദെൻ ഈ ചാപ്റ്ററിന്റെ ബാക്കി നമ്മൾ വരുന്ന ക്ലാസ്സിലായിരിക്കും ഡിസ്കസ് ചെയ്യുക. സോ എല്ലാവർക്കും ബൈ.